എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സുസ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ട്രിഗണോമെട്രി വളരെ വിശാലമായിട്ട് നമ്മൾ പഠിച്ചു. അതിൽ നിങ്ങളെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് റൂൾസ് പഠിച്ചു. ഇനി നമുക്കതിൻ്റെ അത്യാവശ്യമായിട്ടുള്ള ഇനി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു പോവുകയാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ആ ടെസ്റ്റിലെ ഞാൻ ഈ പറയുന്ന പേജ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടെസ്റ്റ് ഇതാണ്, പേജ് നമ്പർ 103 103. അതെടുക്കുക. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. In the triangle shown, what is the perpendicular distance from the top vertex to the bottom side? ഒരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിൻ്റെ ടോപ്പ് വെർട്ടെക്സിൽ നിന്നും ബോട്ടം സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ? ആ ട്രയാങ്കിളിൻ്റെ ഏരിയയായി നിങ്ങൾ കണ്ടുപിടിക്കണം. നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. കാരണം രണ്ട് സൈഡ് എന്താണ് 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആണ്. ഈ ആംഗിൾ എത്രയാണ്? 120. അപ്പോൾ ഇത് ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ എന്താണ്? ഈക്വൽ ആണ്. ഇതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതെത്ര? 120 ആകുമ്പോഴത്തേക്ക് ഈ ആംഗിൾ എത്ര? 60. ഈ ആംഗിളും എത്ര? 60. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഒരു ട്രയാങ്കിൾ ഇതെത്ര? 30 ഡിഗ്രി, ഇതെത്ര? 60 ഡിഗ്രി, ഇത് 1, ഇത് 2, ഇത് √3 യൂണിറ്റ്സ്. സൈൻ 30യുടെ വാല്യൂ, കോസ് 30യുടെ വാല്യൂ, ടാൻ 30യുടെ വാല്യൂ, സൈൻ 60, കോസ് 60, ടാൻ 60, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓർത്ത് വയ്ക്കുക. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ടോപ്പ് വെർട്ടെക്സിൽ നിന്നും ബോട്ടം സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ടോപ്പ് വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ബോട്ടം സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇത് എ, ഇത് ബി, ഇത് സി, ഇതെന്താണ്? ഡി. ഇവിടെ ആംഗിൾ ഇത് എന്താണ്? 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ. നമുക്കിതിനെ ഈ ട്രയാങ്കിൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് വരുമ്പോഴത്തേക്കും ഇതെന്താണ്? എ, ഇതെന്താണ്? ഡി, ഇതെന്താണ്? ബി. 90 ഡിഗ്രി, ഇതെത്ര? 60 ഡിഗ്രി. ഓക്കെ. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ്, എയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ അകലമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ശീർഷത്തിൽ, ഈ അടിഭാഗത്തു നിന്നും അതിൻ്റെ ശീർഷത്തിലേക്കുള്ള, മുകളിലത്തെ ശീർഷത്തിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിൻ്റെ അകലമാണ് നമുക്ക് ടോപ്പ് വെർട്ടെക്സിലേക്കുള്ള അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AD ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. ഇവിടെ എത്ര സെൻറ്റിമീറ്റർ പറഞ്ഞിരിക്കുന്നു? 4 സെൻറ്റിമീറ്റർ. ഇതൊരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ഇതെന്താണ്? അതിൻ്റെ ഹൈപ്പോട്ടൻസ് ആണ്. പിന്നെ ഈ തന്നിരിക്കുന്ന ആംഗിളിൻ്റെ ഇതെന്താണത്? 60യുടെ എന്ത് സൈഡാണ്? ഓപ്പോസിറ്റ് സൈഡ്. ഇതെന്താണ്? ഇത് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്. അത് കാണുന്നതിന് ഇനി കണ്ടുപിടിക്കാൻ എന്ത് തന്നിട്ടുണ്ട്? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അത് കണ്ടുപിടിക്കാൻ എന്താണ് തന്നിട്ടുള്ളത്? അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത് അതിൻ്റെ ഹൈപ്പോട്ടൻസ്. അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ടൻസും സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ? സൈൻ കോസ് ടാൻ. അഡ്ജസൻറ്റ് സൈഡ് ഹൈപ്പോട്ടൻസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്താണ്? സൈൻ തീറ്റ. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്താണ്? കോസ് തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താണ്? ടാൻ തീറ്റ. ഈ പറഞ്ഞതിൽ രണ്ടാമത്തതിനെ കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. അഡ്ജസൻറ്റ് സൈഡ് AD ബൈ ഹൈപ്പോട്ടൻസ് എന്താണ്? AB ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്താണ്? കോസ്. കോസ് എത്ര? 60. AD തന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. AB തന്നിട്ടുണ്ട്. എത്ര? 4 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു കോസ് 60. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് കോസ് 60. ഇതിൻ്റെ കോസ് 60യുടെ ഓപ്പോസിറ്റ് ഇത് ഹൈപ്പോട്ടൻസ്, ഇത് അഡ്ജസൻറ്റ്. കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് 1/2. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ADയെ 2 കൊണ്ടും 1നെ 4 കൊണ്ടും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. AD × 2 എന്താണ്? AD × 2 ഈസ് ഈക്വൽ ടു 1 × 4. എത്ര? 4. Therefore AD is equal to
ഈ 4-നെ എന്ത് ചെയ്യുക, ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? എ ഡി എത്ര? 2 സെൻറ്റിമീറ്റർ കിട്ടി. എ ഡി അല്ലേ 2 സെൻറ്റിമീറ്റർ. ഇതെന്താണ്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എ ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് 2 സെൻറ്റിമീറ്ററിൻ്റെ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ് ടു ദ ബോട്ടം സൈഡ്. അതായത് എയിൽ നിന്ന് ബി സിയിലേക്കുള്ള അതിൻ്റെ ഡിസ്റ്റൻസ്, അതിൻ്റെ ഹൈറ്റ് നമുക്ക് കിട്ടി. എത്ര സെൻറ്റിമീറ്റർ ആണ്? 2 സെൻറ്റിമീറ്റർ ആണ്. മലയാളം മീഡിയം പിള്ളേർ ശ്രദ്ധിക്കുക. ഈ തന്നിരിക്കുന്നതിൻ്റെ സമീപവശമാണ് സമീപവശം. ഈ സൃഷ്ടിയുടെ ഇതെന്താണ്? സമീപവശം. ഇതെന്താണ് കർണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്ന അതിൻ്റെ സമീപവശമായിരുന്നു. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അതിൻ്റെ കർണമാണ്. അതുകൊണ്ടാണ് എ ഡി ബൈ എ ബി സിക്കൽ ടു സമീപവശം ബൈ കർണം സമം എന്ത് തീറ്റയാണ്? കോസ് 60 കോസ് തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോസ് 60 കൊടുത്തത്. കോസ് 60യുടെ വാല്യൂ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചു. 1/2 ആണത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലെ എ ഡി ഇൻറ്റു 4 എ ഡി ഇൻറ്റു 2 ഈസിക്കൽ ടു 1/4 അത് കണ്ടുപിടിച്ചു. എ ഡി ഈസിക്കൽ ടു 4 ഡിവൈഡ് ബൈ 2 ഈസിക്കൽ ടു 2 സെൻറ്റിമീറ്റർ. അതെടുത്തോടെ മാർക്ക് ചെയ്തു. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ മൊത്തം അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ട്രയാങ്കിൾ ഏരിയയുടെ വാട്ട് ഈസ് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എ ഈസിക്കൽ ടു ഹാഫ് ബി എച്ച്. ബേസ് ഹൈറ്റ്. ഇതാണ് ബേസ്, ഇതാണ് ഹൈറ്റ് അല്ലേ? 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി എന്ന് പറയുന്ന ഇതാണ് ബി ഇൻറ്റു ഹൈറ്റ്. എച്ച് എന്താണ്? ഹൈറ്റ്. അപ്പോൾ നമുക്കിനി ബി സി കാണണം. ബേസ് ആൻഡ് ബി സി. ബി മുതൽ സി വരെ ഡിസ്റ്റൻസ് കാണണം. പിന്നെ എന്ത് കാണണം? എ ഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ബി മുതൽ സി വരെ കാണേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ബി ഡി കാണുക. ബി സി എന്ന് പറയുന്നതിൻ്റെ മിഡ് പോയിന്റാണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ബി ഡി കണ്ടുപിടിച്ചാൽ ബി ഡി ഇവിടെ എത്രയാണ് കിട്ടുന്നത് അത് തന്നെ നമുക്കിവിടെ എഴുതിയാൽ മതി. നമുക്കിനി ബി ഡി കാണാം. ബി ഡി നമുക്ക് കാണാം. ഈ തന്നിരിക്കുന്ന സിസ്റ്റയുടെ എന്ത് സൈഡാണത്? ഓപ്പോസിറ്റ് സൈഡ്. കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ്. തന്നിരിക്കുന്നതാണ് ഹൈപ്പോട്ടൻസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ. സൈൻ 60 നമുക്കിവിടെ ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടൻസ്. എ ബി ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ 60. ഓപ്പോസിറ്റ് സൈഡ് ബി ഡി ബൈ എ ബി 4 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ സൈൻ 60 നോക്കാം. നമുക്ക് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മെയിനായിട്ട് ഈ സാധനം നമ്മൾ മറക്കാതെ ഓർത്ത് വയ്ക്കുക. ഇവിടെ എന്താണ്? സൈൻ 60 ആണ്. സൈൻ 60 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് √3/2 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ബി ഡി ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു 4 Therefore, BD is equal to 4√3 divided by E2. 4 2 വെട്ടിപ്പോയി 2√3 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ബി ഡി കിട്ടി എത്ര? 2√3. ബി ഡി കിട്ടി എത്ര? 2√3. ഇവിടെ ബി ഡി 2√3 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 2√3. അതായത് 2√3 ഇരട്ടി എടുക്കുക. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 2 ഇൻറ്റു അപ്പോൾ ബി സി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ബി സി. ബി സി ഈസ് ഈക്വൽ ടു അതിൻ്റെ ഇരട്ടിയാണ്. അതിൻ്റെ 2 ഇൻറ്റു 2√3 ഈസ് ഈക്വൽ ടു 4√3 സെൻറ്റിമീറ്റർ. ഇത്രയും കിട്ടി കഴിയും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വാട്സപ്പ് നമ്പർ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നിട്ടുണ്ട്. അത് നോക്കുക. നോക്കിയിട്ട് നിങ്ങൾ ചോദിക്കുക. ധൈര്യമായിട്ട് ചോദിക്കുക. നിങ്ങളതിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഞാനത് വായിക്കാൻ പോവുകയാണ്. ബി സി കണ്ടുപിടിച്ചു. ബി സി എന്ന് പറയുന്നത് എന്താണ്? 4√3 സെൻറ്റിമീറ്റർ. ഓക്കെ, എല്ലാം ക്ലിയർ ആണല്ലോ? ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുക. ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. A is equal to half B H. Area is equal to 1/2 into half B ചെന്ന് കൊടുക്കുക. 1/2 into base. ഇത് വലിയ എത്ര? ബി സി എത്ര കിട്ടി? 4√3 into അതിൻ്റെ ഹൈറ്റ് എത്ര? 2. ആ 2 ഈ 2 വേണ്ടി പോയി.
ഇനി ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ 4√3. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ ആയിരിക്കും. ഇവിടെ യൂണിറ്റ് എല്ലാം തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. അതുകൊണ്ട് ഏരിയയുടെ യൂണിറ്റ് എന്താണ്? സ്ക്വയർ സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ സ്ക്വയർ, അതായത് സ്ക്വയർ സെൻറ്റിമീറ്റർ വായിക്കുക. 4√3 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് ഏതായിരുന്നു? ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ് ടു ദ ബോട്ടം സൈഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ബോട്ടം സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് AD ആണ്. AD നമ്മൾ കണ്ടുപിടിച്ചു, എത്ര? 2 സെൻറ്റിമീറ്റർ. അതിൻ്റെ ആൻസർ അവിടെ പ്രത്യേകിച്ച് എഴുതണമായിരുന്നു കേട്ടോ. AD നമുക്ക് ക്വസ്റ്റിനെ തന്നിട്ടില്ല, നമ്മൾ കൊടുത്ത നമ്മുടെ അല്ലേ പേര് കൊടുത്തതാണ്. അപ്പോൾ AD നമുക്ക് 2 സെൻറ്റിമീറ്റർ കിട്ടി. ഡിസ്റ്റൻസ് ഫ്രം ദ അവിടെ എഴുതുക, ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ് ടു ദ ബോട്ടം സൈഡ് ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ എന്ന് അവിടെ പ്രത്യേകം നിങ്ങൾ എഴുതണം. രണ്ടാമത് ഏരിയ ഓഫ് ദ, ഞാനിവിടെ A എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് BH. 1/2 ഇൻറ്റു ബേസ് 4 ഇൻറ്റു ഹൈറ്റ് അല്ലേ? എത്ര കിട്ടി? 1/2 ഇൻറ്റു ബേസ് എന്താണ്? 4√3 ഇൻറ്റു ഹൈറ്റ് എന്താണ്? 2. 2 വെട്ടിപ്പോയി. 4√3 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പെട്ടെന്ന് നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിക്കാം. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പാരലോഗ്രാംസ്, അപ്പോൾ 2 പാരലോഗ്രാം തന്നിട്ടുണ്ട്. പാരലോഗ്രാംസ് ആണ് അത് അവിടെ കിടന്നോട്ടെ. പാരലോഗ്രാം എന്ന് പറയുന്നതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ 7 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതായിരിക്കും 7 സെൻറ്റിമീറ്റർ, ഇത് 3 ആണെങ്കിൽ ഇതും 3. അപ്പോൾ തന്നെ ഓപ്പോസിറ്റ് വെർട്ടിസസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? ഇവിടെ ഇപ്പോൾ ഒരു 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 60 ഡിഗ്രി. ഇവിടെ 120 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 120 ഡിഗ്രി. ഇവിടെ ഇപ്പോൾ 70 ആണെങ്കിൽ ഇവിടെ എത്ര? 70 അല്ലേ? അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 110. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 110 ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് വെർട്ടിസസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിൻ്റെ എതിർശീർഷ കോണുകൾ തുല്യമായിരിക്കും. അതുപോലെ തന്നെ എതിർ വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതാണ് പാരലോഗ്രാം എന്ന് പറയുന്നത് അല്ലേ? 2 പാരലൈൻസ് ഇങ്ങനെ പോകണം അല്ലേ? അപ്പം നമ്മുടെ പാരലൈൻസ് എന്ത് ചെയ്യുന്നത്? ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ അല്ലേ? അപ്പോൾ അതിൻ്റെ സമാന്തരങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? കൂട്ടുമുട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ പോകുന്നു, ഇതെന്ത് ചെയ്യുന്നു? ഇങ്ങനെ പോകുന്നു. അതാണ് അതിൻ്റെ പാരലോഗ്രാം. ശ്രദ്ധിക്കുക. അത് ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ടു സെൻറ്റിമീറ്റർ സൈഡ്, ഇത് 4 സെൻറ്റിമീറ്റർ, ഇതും 2 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. അപ്പോൾ ഈ അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോപ്പ് ബോട്ടം സൈഡ് നമ്മുടെ ഡിസ്റ്റൻസ്. എങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് കാണുന്നത്? ഇങ്ങനെയാണ്. അയ്യോ, ഇതാണ് ഡിസ്റ്റൻസ്. അതുപോലെ ഇതാണ് അതിൻ്റെ ഡിസ്റ്റൻസ്. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ടോപ്പ് സൈഡ് ബോട്ടം സൈഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ് മാറ്റേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കളയരുത്. എങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇവിടെ നോക്കൂ, ഈ പാരലോഗ്രാമിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കും. മാത്രമല്ല കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ഈച്ച് പാരലോഗ്രാം. ഓരോ പാരലോഗ്രാമിൻ്റെയും അതിൻ്റെ എന്തുകൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്? അതിൻ്റെ ഏരിയയുടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. നമുക്ക് ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 സൈഡ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ടു ദാറ്റ് സൈഡ് എന്നാണ്. ഏരിയ ഓഫ് എ പാരലോഗ്രാം ഈസ് ഈക്വൽ ടു 1 സൈഡ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ടു ദാറ്റ് സൈഡ്. ഒരു T എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെ ഓർത്ത് വയ്ക്കുക നിങ്ങൾ. അതാണ് നിങ്ങൾക്ക് എളുപ്പം എന്ന് പറയുന്നത്. ഇതെന്താണ്? 1 സൈഡ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇതുകൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് കിട്ടും. ഇതിൻ്റെ വിസ്തീർണം കിട്ടും. പാരലോഗ്രാമിന് ഇത്രയും മതി. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇതിനെ ഇതുകൊണ്ട്. പക്ഷേ ഇതില്ലല്ലോ, ഇതെവിടെ? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് കണ്ടുപിടിക്കുക. ഈ കണ്ടുപിടിക്കുന്ന സൈഡ് കൊണ്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ ഈ കണ്ടുപിടിക്കുന്ന സൈഡ് കൊണ്ട് ഇവിടെയും 4നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും
ഈ പാരലോഗ്രാമിൻ്റെ രണ്ട് പാരലോഗ്രാമിൻ്റെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. പേര് കൊടുക്കാം നമുക്ക്. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. നമുക്ക് ഇത് കൊടുക്കാൻ പേര് പി ക്യു ആർ എസ്. ഇവിടെ നമുക്ക് മിഡ് പോയിന്റ്, ഇവിടെ നമുക്ക് എം കൊടുക്കാം, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, എൻ എന്നും പേര് കൊടുക്കാം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പി എം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പി എം അല്ലേ, ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് പി എം. ഞാൻ ഇതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ഡി ആണ്, ഡി എം, ഇത് എ. അതുപോലെ ഇതിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു. ഇതിനടുത്ത് ഇതെത്ര 2 സെന്റിമീറ്റർ, ഇവിടെ എത്ര 2 സെന്റിമീറ്റർ. ശ്രദ്ധിക്കുക, നമുക്ക് ഇത് കണ്ടുപിടിക്കാം, ഇതും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആൻസറായി 45 ഡിഗ്രി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു 45 എങ്ങനെ കണ്ടുപിടിക്കും. 45 1 യൂണിറ്റ് √2 യൂണിറ്റ്. ഇത് റൈറ്റ് ആണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമ്മൾ രണ്ടെണ്ണമാണ് കഴിഞ്ഞ പ്രാവശ്യം കാണാതെ പഠിക്കാൻ പറഞ്ഞത്. ഈ ഫിഗർ നിങ്ങൾ കാണാതെ പഠിച്ച് വയ്ക്കുക. ഈ തന്നിരിക്കുന്ന 45ന്റെ എന്ത് സൈഡാണ് ഈ കണ്ടുപിടിക്കേണ്ട ഏത് ഡി എം എന്ന് പറയുന്നത്? ഈ തന്നിരിക്കുന്ന 45ന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. എതിർവശം ബൈ കർണം. എന്ത് തീറ്റയാണ്? സൈൻ. എതിർവശം ബൈ കർണം, അതാണ് സൈൻ. സൈൻ എത്ര? 45. നമുക്കിവിടെ നോക്കാം. സൈൻ 45 is equal to, opposite side by hypotenuse, എതിർവശം ബൈ കർണം, dm by 2 is equal to എതിർവശം ബൈ കർണം. എന്താണ്? സൈൻ. സൈൻ 45. നമുക്ക് ഇതിനകത്ത് വീണ്ടും എഴുതുക. dm by 2 is equal to സൈൻ 45. ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നു? സൈൻ 45. Opposite side by hypotenuse 1 by √2. Cross multiplication. dm into √2, dm into √2 is equal to 1 into 2. That's 2. Therefore, dm is equal to 2 divided by √2. അപ്പോൾ dm നമുക്ക് കിട്ടി 2 divided by √2. നമുക്ക് ഇതിൽ വേറൊരു ചെറിയ ഒരു പൊടിക്കൈ നമുക്ക് പ്രയോഗിക്കാം. അതായത് 2 by √2 ഇൻറ്റു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ എളുപ്പത്തിന് വെട്ടി ചെയ്യാൻ വേണ്ടി ഈ അടിയിൽ വരുന്ന ഡിനോമിനേറ്റർ ആയിട്ടുള്ള √2 തന്നെ മുകളിലും താഴെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററോട്ട് എഴുതി ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയിട്ട് വെട്ടാം. √2 by √2 is equal to 2 into √2, 2√2 ഡിവൈഡ് ബൈ √2 into √2 2 ആണ്. എന്തുകൊണ്ടാണ്? √2 into √2 is equal to 2. അതായത് √4. അതിൻ്റെ ആൻസർ 2. അതുപോലെ √3 into √3 is equal to √9. ആൻസർ 3. അതുപോലെ √5 into √5 into √5 എന്തായിരിക്കും ആൻസർ? 5. √5 into √5 √25. അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്ര? 5. √7 into √7 എത്രയായിരിക്കും ആൻസർ? 7. √49 അല്ലേ? അതിൻ്റെ റൂട്ട് എത്ര? സ്ക്വയർ റൂട്ട് എത്ര? 7. അതുപോലെ തന്നെയാണ് എല്ലാം. √11 into √11 സ്ക്വയർ റൂട്ട് ഓഫ് 121. അതിൻ്റെ റൂട്ട് എത്ര? 11. അതിന് ഇങ്ങനെ പറഞ്ഞാൽ മതി. √2 into √2 2, √3 into √3 3, √5 5. ഇതുപോലെ ഇവിടെ √2 into √2 2√2 ഡിവൈഡ് ബൈ √2 into √2 2. താഴത്തെയും മേളത്തെയും കൂടെ വെട്ടി. അപ്പോൾ ഇതിവിടെ ആൻസർ എത്ര? √2. എന്താണ് കിട്ടിയത്? dm √2 സെന്റിമീറ്റർ. ഇവിടെ 2 സെന്റിമീറ്റർ ഈ തന്നിരിക്കുന്ന യൂണിറ്റ് സെന്റിമീറ്ററിലാണ്. അതിൻ്റെ ആൻസറും നമ്മൾ എന്തിനാണ് എഴുതണം? സെന്റിമീറ്റർ എഴുതുക. 2 √2 സെന്റിമീറ്റർ. ഈ കിട്ടിയത് dmന്റെ ആൻസറാണ് √2 സെന്റിമീറ്റർ. നമുക്കിനി അപ്പുറത്തോട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എവിടെയാണ് വായിക്കേണ്ടത്? നമുക്കിനി അടുത്ത് ഇത് കണ്ടുപിടിക്കാം. ഇത് ഈ പറയുന്ന PQRSL അല്ലെ SN കണ്ടുപിടിക്കാം. ഈ തന്നിരിക്കുന്ന സിസ്റ്റയുടെ എന്ത് സൈഡാണ്? അല്ല, ഒരു കാര്യമുണ്ട്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. ഇവിടെ നമുക്ക് ഈ പറയുന്ന ഏതാണ് PM എന്ന് പറയുന്നത് കിട്ടിയ ആൻസർ √2 സെന്റിമീറ്റർ. അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം, പാരലോഗ്രാം. അപ്പോൾ ഏരിയ ഓഫ് ദ ഫസ്റ്റ് പാരലോഗ്രാം gram is equal to അതാണ് വൺ സൈഡ് AB ഇൻറ്റു എന്താണ് DM. AB ഇൻറ്റു DM. AB ഇവിടെ എത്ര പറഞ്ഞിട്ടുണ്ട്? 4 സെന്റിമീറ്റർ. AB 4 ഇൻറ്റു DM എത്ര? √2. അപ്പോൾ ആൻസർ 4√2 സ്ക്വയർ സെന്റിമീറ്റർ ആണ് അതിൻ്റെ ആൻസർ. ഇത് മനസ്സിലായല്ലോ? ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. അതായത് പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വൺ സൈഡ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് ടു ദാറ്റ് സൈഡ്. AB തന്നിട്ടുണ്ട്, AB തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. ഇത് കണ്ടുപിടിച്ചു, √2 എന്നാണ് കിട്ടിയത്. 4 √2 എന്താണ്? 4√2 സ്ക്വയർ സെന്റിമീറ്റർ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇത് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് SN ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് P. SN കണ്ടുപിടിക്കാം. SN എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സിസ്റ്റയുടെ എന്ത് സൈഡാണ്? ഓപ്പോസിറ്റ് സൈഡ്. തന്നിരിക്കുന്നതാണ് ഹൈപ്പോട്ടൻസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്ത് തീറ്റയാണ്? സൈൻ. സൈൻ എത്ര? 60. സൈൻ 60. ഓപ്പോസിറ്റ് സൈഡ് SN ബൈ ഹൈപ്പോട്ടൻസ് എന്താണ്? 2 ഈസ് ഈക്വൽ ടു എന്താണ് റൂൾ? എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്താണ്? സൈൻ. സൈൻ എത്ര? 60. സൈൻ തീറ്റ 60. സൈൻ 60. SN ബൈ 2 ഈസ് ഈക്വൽ ടു സൈൻ 60 എത്രയാണെന്ന് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. ഇതിലല്ല, ഇവിടെ സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് √3 ബൈ 60യുടെ ഓപ്പോസിറ്റ് സൈഡ് ഇത് √3 ബൈ 2. SN into 2 അതുപോലെ തന്നെ √3 into 1 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. SN into 2 SN into 2 is equal to √3 into 2 √3. Therefore SN is equal to 2√3 divided by T2. 2 വെട്ടിപ്പോയി. അപ്പോൾ അവിടെ എത്ര കിട്ടിയ ആൻസർ? √3 സെന്റിമീറ്റർ. SN എത്ര ആൻസർ? √3 സെന്റിമീറ്റർ. √3 സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ പാരലോഗ്രാമിന്റെ സൈഡുമായി അതിന്റെ ഓൾട്ടിറ്റ്യൂഡുമായി അല്ലേ? ഏരിയ ഓഫ് എ പാരലോഗ്രാം ഈസ് ഈക്വൽ ടു എന്താണ്? ഏരിയ ഓഫ് എ പാരഗ്രാം എന്ന് പറയുന്നത് എന്താണ്? വൺ സൈഡ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ടു ദാറ്റ് സൈഡ് അല്ലേ? ആ വശവും ആ വശത്തിലേക്കുള്ള അതിന്റെ ഉയരവുമാണ് അതിന്റെ ഏരിയ, അതിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ളത്. Of the second parallelogram is equal to one side into altitude to that side. One side PQ into altitude എന്നാണ് SN. PQ എത്ര? 4 സെന്റിമീറ്റർ into SN എത്ര? √3 is equal to 4√3. ഏരിയയിലെ യൂണിറ്റ് സ്ക്വയർ സെന്റിമീറ്റർ. ഇതാണ് ആൻസർ, 4√3 സ്ക്വയർ സെന്റിമീറ്റർ. ഇതും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, റെക്ടാംഗിൾ ബോഡീസ് ടു ബി കട്ട് അലോങ് ദ ഡയഗണൽ ആൻഡ് ദ പീസസ് റീഅറേഞ്ച്ഡ് ടു ഫോം ആൻ ഇക്വൽ ട്രയാങ്കിൾ ആസ് ഷോൺ ബിലോ. അപ്പോൾ ഒരു റെക്ടാംഗുലർ പീസ്, ഒരു ചതുരാകൃതിയിലുള്ള ഒരു കഷ്ണം, ഇതിനെ ഡയഗണലി അതായത് ഇങ്ങനെ കട്ട് ചെയ്യും.
അല്ലേ? ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പീസ് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. അപ്പോൾ ഈ പീസ് എടുത്ത് അതുപോലെ അപ്പുറത്തോട്ട് വയ്ക്കും. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ചെയ്യുന്നതിൻ്റെ എല്ലാ സൈഡും എത്രയായിരിക്കും? 50-50, 50 സെൻറ്റിമീറ്റർ ആണ് വരേണ്ടത്. 50 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ, ഇവിടെ എന്താണ് 50 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനുള്ളത്? ഇത് ഒരു ഇക്വിലേറ്റർ ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലാക്കുക. എന്താണ് മനസ്സിലാക്കാനുള്ളത്? ഒരു എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആംഗിൾസ്, ഇന്ത്യൻ ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളിൻ്റെയും സം അല്ലേ, അതിൻ്റെ തുക എത്ര ഡിഗ്രിയാണ്? 180 അല്ലേ? ഒരു ഇക്വൽ ട്രയാങ്കിൾ ആകുമ്പോഴത്തേക്ക്, ഒരു സമപാർശ്വ ത്രികോണം ആകുമ്പോഴത്തേക്കും ഈ 180 3 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ കൊടുക്കും അല്ലേ? അപ്പോൾ ഇതെത്ര? 60, ഇതെത്ര? 60, ഇതും എത്ര? 60. അപ്പോൾ ഇവിടെ എത്ര? 60, ഇവിടെ എത്ര? 60, ഇവർക്കും എത്ര? 60. അവിടെ 60 ആകുമ്പോഴത്തേക്കും ഇതൊരു ബൈസെക്ടർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എത്ര? 30, ഇവിടെ എത്ര? 30. മനസ്സിലായല്ലോ? അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ ട്രയാങ്കിളായിട്ട് സെപ്പറേറ്റ് ചെയ്തു. കണ്ടുപിടിക്കേണ്ടത് ഈ റെക്റ്റാങ്കിളിൻ്റെ, ഈ ചതുരത്തിൻ്റെ ബ്രെഡ്ത്തും ഹൈറ്റും, അതിൻ്റെ വീതിയും ഉയരവുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാം 50 സെൻറ്റിമീറ്റർ. ഞാൻ ഈ ആംഗിൾ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ 60 ഒക്കെ വരാൻ കാരണം? എല്ലാ സൈഡും ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 50 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ. അപ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ എന്താണ്? അതൊരു ഇക്വൽ ട്രയാങ്കിളാണ്. ഒരു ഇക്വൽ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും എന്തായിരിക്കും? എത്ര? 60, 60, 60. 3 ആംഗിൾ തുല്യമായിരിക്കും. മൊത്തം എത്ര? 180 ഡിഗ്രിയാണ്. അതിനെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 60, 60, 60. അപ്പോൾ ഇവിടെ 60 ആകുമ്പോഴത്തേക്ക് ഇവിടെ അല്ലേ 2 അങ്ങോട്ട് മാറും. അപ്പോൾ എത്ര? 30, 30 ഡിഗ്രി, 30 ഡിഗ്രി, 30 ഡിഗ്രി. ഇത് നമുക്ക് നോക്കാം. ഈ ട്രയാങ്കിളിലെ ഞാനെടുത്ത് ഇങ്ങോട്ട് വെച്ചു അല്ലേ? വെച്ചപ്പോഴത്തേക്ക് ഇത് ഇവിടെ കണ്ടോ? ഇതല്ലേ ഇത്? ഈ തന്നിരിക്കുന്ന സൈഡിൽ ഇതെന്ന് പറയുന്നത് ആണല്ലോ. നമുക്ക് ഇതിൻ്റെ പേര് കൊടുക്കാം. എ, ബി, സി, നമുക്കതിന് ഡി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ എ, ബി, സി, ഡി. സി ഡി ആണ് ഇതിൻ്റെ ഹൈറ്റ്. കണ്ടല്ലോ? അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? സി ഡി. സി ഡി ആണ് ഹൈറ്റ്. അപ്പോൾ സി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ തന്നിരിക്കുന്ന ആംഗിളിൻ്റെ 60യുടെ എന്ത് സൈഡാണ് സി ഡി? ഓപ്പോസിറ്റ് സൈഡ്. എതിർവശം. സി ഡിയുടെ, ഈ സി ഡി എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ആംഗിൾ എയുടെ അല്ലെങ്കിൽ 60യുടെ എന്ത് സൈഡാണത്? ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം. ഇതെന്താണ്? എൻ്റെ ഹൈപ്പോട്ടൻസ്. എതിർവശം ബൈ എന്താണ്? കർണം. എതിർവശം ബൈ കർണം. എന്ത് തീറ്റയാണ്? എതിർവശം ബൈ കർണം. സൈൻ ആണോ, കോസ് ആണോ, ടാൻ ആണോ? സൈൻ തീറ്റയാണോ, കോസ് തീറ്റയാണോ, ടാൻ തീറ്റയാണോ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്താണ്? സൈൻ. സൈൻ എത്ര? 60. ഇവിടെ സൈൻ 60 ആണ്. ഓപ്പോസിറ്റ് സൈഡ് സി ഡി, സി ഡി ബൈ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്താണ്? സി എ ഈസ് ഈക്വൽ ടു സൈൻ എത്ര? 60. ഓപ്പോസിറ്റ് സൈഡ് അറിഞ്ഞൂടാ. സി ഡി, സി എ എത്ര? 5 ഈസ് ഈക്വൽ ടു സൈൻ 60. സൈൻ 60 അല്ലേ? 30, 60, 1 യൂണിറ്റ്, 2 യൂണിറ്റ്, √3 യൂണിറ്റ്. ശ്രദ്ധിക്കുക, തെറ്റിപ്പോകരുത്. സൈൻ 60 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് √3/2. CD into 2, √3 into 5. CD into 2 is equal to √3 into 5, 5 √3. Therefore, CD is equal to 5 √3 divided by 2. ഇത് നമുക്ക് 5 √3 divided by 2 എന്ന് അവിടത്തെ കിടന്നോട്ടെ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 5നെ √3യുടെ വാല്യൂ കൊണ്ട് കൊടുത്തിട്ട് √3യുടെ വാല്യൂ എത്ര? 1.73. √3യുടെ വാല്യൂ എത്രയാണ്? √3 ഈസ് ഈക്വൽ ടു 1.73 അല്ലേ? അപ്പോൾ 5 × 1.73 ഡിവൈഡ് ബൈ 2 എന്നാണ്. അപ്പോൾ ഈ നമുക്ക് നോക്കാം, എങ്ങനെയാണ് നോക്കാം. അപ്പോൾ സി ഡി നമുക്കിത് കിട്ടിയാൽ വേറെ ഒന്നും വേണ്ട. നിങ്ങൾ സി ഡി ഇവിടെ ഇതാണ് എഴുതിയാൽ മതി. 5 √3 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ആംഗിളിൻ്റെ, ഇനി അടുത്ത് ഇത് അതിൻ്റെ ഹൈറ്റാണ്, ഇത് എൻ്റെ ബ്രെഡ്ത്ത് ആണ്. ടോട്ടൽ ഇത് മുതൽ ഇത് എത്ര? 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പം എത്ര വരുള്ളൂ? 25 സെൻറ്റിമീറ്റർ. ഇത് മുതൽ ഇതുവരെ 50 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് മുതൽ ഇതിൽ എത്ര വരുള്ളൂ? 25. അത് നമുക്ക് കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. എത്ര? 25 സെൻറ്റിമീറ്റർ ആണ്.
അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇത് ABCD, AB അല്ലെ AD. AD is equal to ഹാഫ് AB അല്ലേ, ABയുടെ പകുതി ഹാഫ് AB. AB എത്ര 50 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. ഇതായിരിക്കും ആൻസർ. അപ്പോൾ അതായി കഴിഞ്ഞു. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ റെക്ടാങ്കിളിൻ്റെ ഹൈറ്റ് എത്രയാണ്? 5√3/2 സെൻറ്റിമീറ്റർ. അതിൻ്റെ ബ്രെഡ്ത്ത് എത്ര പറഞ്ഞിരിക്കുന്നു? 25 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. The rectangles are cut along the diagonal and the triangles got are to be joined to border rectangle to make a regular hexagon as shown below. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു റെഗുലർ ഹെക്സഗൺ ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ്. ഹാവിംഗ് ആണ് 6 ഈക്വൽ സൈഡ്സ് അല്ലേ? എത്ര വശമുണ്ടോ? 1, 2, 3, 4, 5, 6 വശമുള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ് ഇത് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 1, 2, 3, 4, 5, 6 ഇതിൻ്റെ ഇലിയർ ആംഗിൾസിൻ്റെ സം അല്ലേ, അതിൻ്റെ തുക എല്ലാം കൂടെ ഇതിൻ്റെ ആന്ധ്രകോണുകളുടെ എല്ലാത്തിൻ്റെയും കൂടെ തുക എത്ര? 720 ആണ്. അപ്പോൾ ഒരു റെഗുലർ ഹെക്സഗണ് എത്ര സൈഡുണ്ട്? 6 വശമുണ്ട്. 6 വശമുണ്ടെങ്കിൽ ഇതിന് 6 കോണുകളുണ്ടായിരിക്കും. 6 അതിൻ്റെ ഇന്നർ ആംഗിൾസ് അല്ലേ, അതിൻ്റെ ആന്തര കോണുകൾ എത്ര? 6 അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓരോ ആംഗിളും എല്ലാം ഈക്വൽ ആയിരിക്കും. ഇതെല്ലാം എന്താണ്? ഈക്വലാണ്. ഇവനെ 6 പേർക്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും അല്ലേ? ഒരു ഇക്വൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഈക്വലാണ്. 3 ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്. 180 ആകുമ്പോഴത്തേക്ക് 3 പേർക്കും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? 60, 60, 60. അതുപോലെ 720 നമുക്ക് എന്ത് ചെയ്യാം? എത്ര പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം? 6 പേർക്കായിട്ട് അല്ലേ? 6 പേർക്കായിട്ട് കൊടുക്കുമ്പോഴേ 720 എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഒരു ആംഗിൾ എത്രയായിരിക്കും? 720 ഡിവൈഡ് ബൈ 6 എത്ര? 120. 120, 120, 120, 120, 120, 120. ഇത് ഓർത്ത് വയ്ക്കുക. ഇതൊക്കെയാണ് നിങ്ങളിതിൽ പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെയും ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തു, ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോഴേ എല്ലാം ഒരു സൈഡ് എടുത്ത് ഇതിൽ ഒരു സൈഡ് എടുത്തതാ ഇങ്ങനെ ഇങ്ങനെ വെച്ചു. ഈ ഒരു സൈഡ് എടുത്താൽ ഇങ്ങനെ വെച്ചു. അടുത്ത സൈഡ് എടുത്തതാ ഇങ്ങനെ വെച്ചു. ഇതിൻ്റെ ഒരു സൈഡ് എടുത്തതാ ഇങ്ങനെ വെച്ചു. അടുത്ത സൈഡ് എടുത്തതാ ഇങ്ങനെയും വെച്ചു. ഇങ്ങനെ വച്ച് വന്നപ്പോൾ എന്തായിട്ട് മാറി? ഒരു റെഗുലർ ഹെക്സഗണായിട്ട് മാറി. ഫിഗർ തരുമ്പോഴത്തേക്ക് നിങ്ങൾ പേടിച്ചു. 3 ഫിഗറാണ് തന്നിരിക്കുന്നത്. ഇവരെ ഇങ്ങനെ കട്ട് ചെയ്തു. റെക്റ്റാങ്കിൾ കട്ട് ചെയ്ത പീസുകൾ ഞാൻ ഒരെണ്ണെടുത്ത് ഇങ്ങനെ വെച്ചു, അടുത്ത പീസ് എടുത്ത് ഇങ്ങനെ വെച്ചു, ഈ പീസ് എടുത്ത് ഇങ്ങനെ വെച്ചു, ഈ പീസ് എടുത്ത് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇതൊരു റെഗുലർ ഹെക്സഗണായിട്ട് മാറി. ഇനി അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? If the sides of the hexagon are to be 30 സെൻറ്റിമീറ്റർ, ഈ ഹെക്സഗന്റെ എല്ലാ വശങ്ങളും എത്ര സെൻറ്റിമീറ്റർ ആണ്? 30 സെൻറ്റിമീറ്റർ. 30 സെൻറ്റിമീറ്റർ എല്ലാം 30 സെൻറ്റിമീറ്റർ എല്ലാം എന്താണ്? 30 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ എല്ലാ സൈഡും ഈക്വലാണ്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നു, അപ്പോൾ ഓരോ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 120. അപ്പോൾ ഇവനെത്ര? ഇത് ബൈസെക്റ്റായിട്ട് മാറും. അപ്പോൾ എത്ര? 60. ഇവനെത്ര? 60. അപ്പോൾ അതുപോലെ ഇവിടെയും 120, ഇവിടെ എത്ര? 60, ഇവിടെ എത്ര? 60. ഈ ഒരു പീസിന് ഞാൻ ഇങ്ങനെ എടുത്തു. ഇവിടെ എത്ര? 90 ഡിഗ്രി. ഇതെത്ര? 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 30 ഡിഗ്രി.
പ്ലീസ് മാറ്റി. ഇത് എത്ര പറഞ്ഞിട്ടുണ്ട്? 30 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവിടെ ഇത് എടുക്കുന്നതിനേക്കാൾ നമുക്ക് ഇത് മതിയായിരുന്നു. അപ്പം തെറ്റില്ല. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പം നമുക്കിതെടുക്കാം. ഇവിടെ എത്ര? 60. ഇതെത്ര? 30 സെൻറ്റിമീറ്റർ. ഇത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ സൈഡ്സ് ഓഫ് ദ ഹെക്സഗൺ ആർ ടു ബി 30 സെൻറ്റിമീറ്റർ, വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ? യവൻ്റെ നീളവും വീതിയുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവൻ്റെ വീതി നമ്മൾ കണ്ടുപിടിച്ചു. എത്ര സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നു? 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇനി അടുത്തവൻ്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോഴേ ഈ ഒരു ഭാഗം നമ്മൾ എടുത്തു. അതിൻ്റെ ഒരു പീസാണ് നമ്മളിത് എടുത്തു. ഇതല്ലേ ഇത് ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇതിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പേര് കൊടുക്കാം. എ, ബി, സി, ഡി, ഇ, എഫ്. ഇവിടെ എന്തൊക്കെ കൊടുക്കാം? പി എന്നോ ക്യൂ എന്നൊക്കെ കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് ഈ ഡി ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ തന്നിരിക്കുന്ന സിസ്റ്റിയുടെ എന്ത് സൈഡാണ്? ഡി ക്യൂ. ഓപ്പോസിറ്റ് സൈഡ് തന്നിരിക്കുന്നതാണ് അതിൻ്റെ ഹൈപ്പോട്ടൻസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഡി ക്യൂ. ഡി ക്യൂ ഡിവൈഡ് ബൈ എന്താണ്? 30. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്ത്? എതിർവശം ബൈ കർണം. എതിർവശം ബൈ കർണം എന്താണ്? സൈൻ. സൈൻ എത്ര? 60. അപ്പോൾ ഡി ക്യൂ ബൈ 30 ഈസ് ഈക്വൽ ടു സൈൻ 60. നമുക്ക് നോക്കാം. ഇതാണ് കൊണ്ട് സൈൻ 60. സൈൻ 60 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് √3/2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഡി ക്യൂ ഇൻറ്റു 2 ഇവിടെ ചെയ്യാം. ഡി ക്യൂ ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു 30. Therefore, dq is equal to √3 into 30 divided by 2. 15 അല്ലേ? 30 2 കൊണ്ട് വെട്ടുമ്പോൾ 15. അപ്പോൾ ആൻസർ 15√3 സെൻറ്റിമീറ്റർ. അതാണ് ഇത് 15√3. 15√3 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പോൾ ഇതും എന്താണ്? 15√3 സെൻറ്റിമീറ്റർ അല്ലെ? ഡബിൾ അല്ലേ? അപ്പോൾ 15√3 ഇൻറ്റു 2 അപ്പോൾ 30√3 ആണ് ആൻസർ. അപ്പോൾ ഡി ബി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 15√3 ഈസ് ഈക്വൽ ടു 30√3 സെൻറ്റിമീറ്റർ. ഇതാണ് ആൻസർ. അപ്പോൾ അതിൻ്റെ വശം ഒരു റെക്ടാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? ഡി ബി എത്ര? 30√3 സെൻറ്റിമീറ്റർ. ഇതാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും കുറച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. ബോറടിച്ചോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. നമുക്ക് ഇന്നുകൊണ്ട് നമുക്ക് ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.